നമസ്കാരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13-കാരി തസ്മിതിനെ കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. കന്യാകുമാരിയിൽ കുട്ടി എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലാണ് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചത്. ട്രെയിൻ വൈകിട്ട് 3:30-ക്കാണ് കന്യാകുമാരിയിൽ എത്തിയത്. 3:30 മുതൽ വൈകിട്ട് 4 വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിൽ കുട്ടിയെ കണ്ടെത്താനായില്ല. ട്രെയിൻ എത്തിയ 3-ാം പ്ലാറ്റ്ഫോമിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. നിലവിൽ സ്റ്റേഷനിലെ മറ്റ് ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇന്ന് പുലർച്ചെ കുട്ടിയെ കണ്ടിരുന്നതായിട്ടാണ് ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ തുടരുന്നത്. ഇതുവരെ കുട്ടിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കന്യാകുമാരി ബീച്ചിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കുട്ടിയെ കാണാതായിട്ട് 27 മണിക്കൂർ പിന്നിട്ടു. എന്നിട്ടും ഇതുവരെ വിവരമൊന്നും കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുട്ടിയെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. കന്യാകുമാരി ബീച്ചിലും ടൗണിലും ഉൾപ്പെടെ കേരള പോലീസും കന്യാകുമാരി പോലീസും തെരച്ചിൽ നടത്തുകയാണ്. ഇതുവരെ നടത്തിയ തെരച്ചിലിൽ കുട്ടി എങ്ങോട്ട് പോയി എന്നതിൻ്റെ സൂചന പോലും കിട്ടിയില്ല. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലടക്കം മറ്റിടങ്ങളിലും പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കന്യാകുമാരിയിൽ നിന്ന് പൂനെയിലേക്കുള്ള ജയന്തി ജനത എക്സ്പ്രസിൽ പരിശോധന നടത്തി. കുട്ടി കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് പരിശോധന. കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ വീട് വിട്ടിറങ്ങിയ അസം സ്വദേശിനിയായ 13-കാരി തസ്മിത് തംസുമിനെ നാടാകെ അരിച്ചുപെറുക്കി തെരഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 1:06-ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കുട്ടി യാത്ര ചെയ്യുന്ന നിർണായക ദൃശ്യമാണ് പോലീസിന് കിട്ടിയത്. കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രം തിരച്ചിലിന് നിർണായകമായി. ചിത്രത്തിലുള്ള തങ്ങളുടെ മകൾ തന്നെയാണെന്ന് തസ്മിത് തംസുമിൻ്റെ പിതാവ് സ്ഥിരീകരിച്ചു. തസ്മിതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ പോലീസിൽ അറിയിക്കണം എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നമ്പറുകൾ ഇവയാണ്: 9497960113. മറ്റൊരു നമ്പർ 9497980111. ഒരു മാസമായി കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്നു കുട്ടിയുടെ കുടുംബം. അമ്മയും അച്ഛനും 4 മക്കളുമാണ് കുടുംബത്തിലുള്ളത്. അച്ഛൻ അൻവർ ഹുസൈൻ കേരളത്തിൽ കൂലിപ്പണി ചെയ്തു വരികയാണ്. അമ്മ ഫാർഗിൻ ബീഗവും കഴക്കൂട്ടത്തെ സ്കൂളിൽ സഹായിയായി ജോലി ചെയ്യുകയാണ്. സഹോദരിമാരുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ ഇന്നലെ രാവിലെ തസ്മിതിനെ ശാസിച്ചിരുന്നു. തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി. ഇതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത്. വസ്ത്രങ്ങൾ കറുത്ത ബാഗിലാക്കിയാണ് കുട്ടി വീട് വിട്ടത്. കയ്യിൽ ആകെയുള്ളത് 50 രൂപ മാത്രം. വീട് വിട്ടിറങ്ങുമ്പോൾ പിങ്ക് ക്രീം നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വൈകിട്ട് മടങ്ങിയെത്തിയപ്പോൾ മകളെ കാണാതിരുന്ന കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഉടൻ പോലീസ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിൻ്റെ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. കഴക്കൂട്ടത്തിന് സമീപത്തെ കടയുടെ മുന്നിലും കഴക്കൂട്ടം ഹൈവേക്ക് സമീപത്തു നിന്നും കുട്ടി നടക്കുന്ന ദൃശ്യം കിട്ടി. പിന്നീട് 10 രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന സിറ്റി ബസ്സിൽ കയറി കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂരിൽ ഇറങ്ങി എന്നാണ് നിഗമനം. രാത്രിയോടെ പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ തുടങ്ങിയിരുന്നു. കഴക്കൂട്ടത്തിന് 15 കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ച് രാത്രി മുഴുവൻ പോലീസ് സംഘം പരിശോധന നടത്തി. ഭീമാപള്ളി, ശംഖുമുഖം തുടങ്ങി നിരവധി ഇടങ്ങളിൽ തിരച്ചിൽ നടന്നു. പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് അസമിലേക്ക് പോയ അരുണോയ് എക്സ്പ്രസിൽ കുട്ടിയുണ്ടെന്ന സംശയമുയർന്നു. ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ 15 മിനിറ്റ് പിടിച്ചിട്ട് നടത്തിയ പരിശോധനയിൽ പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെയാണ് നിർണായക വിവരം പോലീസിന് കിട്ടിയത്. കുട്ടിയുടെ ചിത്രം ഒരു യാത്രക്കാരി പകർത്തിയത് പോലീസിന് കിട്ടുകയായിരുന്നു. ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കുട്ടിയിരിക്കുന്ന ചിത്രം ഒരു വിദ്യാർത്ഥിനിയാണ് പോലീസിന് അയച്ചു കൊടുത്തത്. കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ യാത്രക്കാരി നെയ്യാറ്റിൻകരയിൽ വെച്ച് മൊബൈലിൽ ഫോട്ടോ എടുത്തു. ഇത് തസ്മിത് തംസും തന്നെയെന്ന് അച്ഛനും അമ്മയും സ്ഥിരീകരിച്ചു. പിന്നാലെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. കന്യാകുമാരിയിലും നാഗർകോവിലിലും വിശദമായ തെരച്ചിൽ നടത്തുകയാണ് പോലീസ് സംഘം.